ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 25. നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. സങ്കീർത്തനം 121:2. അതൊരു തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു. എങ്കിലും എൻ്റെ സുഹൃത്ത് ദീപക് ഓഫീസിലുണ്ടായിരുന്നില്ല. അവൻ വീട്ടിൽ കുളിമുറി വൃത്തിയാക്കുകയായിരുന്നു. 1 മാസമായി തൊഴിൽ രഹിതനായിട്ട് അവൻ ചിന്തിച്ചു. ഒരു ജോലിയുടെ സാധ്യതയും കാണുന്നില്ല. COVID-19 മഹാമാരി കാരണം അവൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടി. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ദീപക്കിൽ ഭയം നിറച്ചു. എനിക്ക് എൻ്റെ കുടുംബത്തെ പോറ്റണം. അവൻ വിചാരിച്ചു, സഹായത്തിനായി എനിക്ക് എവിടെ പോകാനാകും? സങ്കീർത്തനം 121:1 യെരുശലേമിലേക്കുള്ള തീർത്ഥാടകർ സഹായം എവിടെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് സമാനമായ ഒരു ചോദ്യം ചോദിച്ചു. സിയോൻ പർവ്വതത്തിലെ വിശുദ്ധ നഗരത്തിലേക്കുള്ള യാത്ര ദീർഘവും അപകടകരവുമായിരുന്നു. യാത്രക്കാർ കഠിനമായ കയറ്റം കയറണമായിരുന്നു. അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ ഇന്ന് ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ദുഷ്കരമായ യാത്രകൾ പോലെ തോന്നിയേക്കാം. രോഗം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, വേർപാട്, ജോലിയിലെ സമ്മർദ്ദം, അല്ലെങ്കിൽ ദീപക്കിൻ്റെ കാര്യത്തിലെന്ന പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, തൊഴിലില്ലായ്മ തുടങ്ങിയ കഠിനമായ ബാധകൾ. എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവ് തന്നെ നമ്മെ സഹായിക്കുന്നു എന്ന സത്യത്തിൽ നമുക്ക് ധൈര്യം നേടാം. അവൻ നമ്മുടെ ജീവിതത്തെ കാക്കുന്നു. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവനറിയാം. കാക്കുക എന്നതിനുള്ള ഷമാർ എന്ന എബ്രായ പദം അർത്ഥം സംരക്ഷിക്കുക എന്നാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ രക്ഷാധികാരിയാണ്. നാം അവൻ്റെ സംരക്ഷണത്തിലാണ്. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിച്ചു. ദീപക് അടുത്തിടെ പങ്കുവച്ചു. തക്ക സമയത്ത് അവനൊരു അധ്യാപന ജോലി എനിക്ക് നൽകി. നമ്മുടെ യാത്രയുടെ ഓരോ ചുവടിലും ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംരക്ഷിത അതിരുകൾക്കുള്ളിലാണ് നാം എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് നോക്കാം. ചിന്തിക്കുക, ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? അവൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവാണെന്ന് അറിയുന്നത് നിങ്ങളെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുന്നത്? ദൈവത്തിന് മഹത്വം.